ദേഹം ഒരത്ഭുതമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കിപ്പോൾ ഈ കണ്ടീഷനിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അത്ഭുതമായിട്ട് തോന്നുന്നില്ല. ദേഹം നമ്മൾ നടക്കുന്നു എടുക്കുന്ന ഒരു അത്ഭുതമല്ലേ ശരിക്കും? പക്ഷെ പലതും ഈ ഒരു എനർജീസ് എന്ന് പറയുന്നത് നമ്മളോടൊപ്പം എന്തോ ഉണ്ട്, അല്ലെങ്കിൽ അവർക്കൊക്കെ എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്, അവർക്ക് എന്തൊക്കെയോ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ ട്രോമയൊക്കെ ലൈഫിൽ ഏതെങ്കിലും പീരീഡ് ഹിറ്റ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു രീതിയിലുള്ള പേഴ്സണൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാകുന്നത്. ഈ ഹാലൂസിനേഷൻസ് ആണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷെ എല്ലാം ഹാലൂസിനേഷൻസ് അല്ല എന്നുള്ളതാണ് സത്യം. അതെ, ആത്മാക്കളിൽ വിശ്വസിക്കുന്നുണ്ടോ? ആത്മാവുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു എനർജി സോണിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്തോ എന്ന് വെച്ചാൽ എനർജികളിലൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു എനർജി പ്രസൻസ് ഒക്കെ പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനർജികളിൽ ഞാൻ വിശ്വസിക്കാറുണ്ട്. പിന്നെ ഈ പറയുന്ന ഈ ആത്മാക്കളെ തന്നെ വ്യത്യസ്ത തലങ്ങളിൽ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അവരോട് സംസാരിക്കാൻ പറ്റുന്ന തലത്തിലേക്കൊന്നും എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് അതിലേക്കൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എക്സ്പീരിയൻസ് ചെയ്യുന്ന മാത്രമേ വിശ്വസിക്കൂ. അത് നമുക്ക് പലപ്പോഴും അങ്ങനെയല്ലേ. പക്ഷെ അതൊന്നും ഇല്ല എന്ന് ഞാൻ പറയില്ല. കാരണം നമുക്ക് അറിയാൻ പറ്റാത്ത കുറേയധികം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ജീവൻ എന്നുള്ളൊരു അത്ഭുതം ഇവിടെ നിലനിൽക്കുന്നില്ലേ? നമ്മൾ സംസാരിക്കുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനൊരു എനർജി ആത്മാവുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ലേ? അല്ല, ആത്മാക്കളെന്ന് പറയുന്നത് ഈ ദേഹം വിട്ടു പോകുന്ന ദേഹം ഒരത്ഭുതമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കിപ്പോൾ ഈ കണ്ടീഷനിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അത്ഭുതമായിട്ട് തോന്നുന്നില്ല. ദേഹം നമ്മൾ നടക്കുന്നു എടുക്കുന്ന ഒരു അത്ഭുതമല്ലേ ശരിക്കും? തീർച്ചയായിട്ടും. ഈ ഒരു പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ദേഹം വിട്ടിട്ട് ഒരു ദേഹി ഒരാഴ്ചയുള്ള 7 ദിവസത്തോളം ഈ ഭൂമിയിൽ നിലനിൽക്കുമെന്നാണ് പറയുന്നത്. ആ ഒരു രീതിയിൽ പലരും എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നതും കേട്ടിട്ടുണ്ട്. ഞാൻ പേഴ്സണലി കേട്ടിട്ടുള്ള എക്സ്പീരിയൻസ് പറയാം. ഒരു യൂട്യൂബിൽ തന്നെയാണെന്ന് തോന്നുന്നു, ഈ നമ്മുടെ പേഴ്സണൽ സീക്രറ്റ്സ് ഇമെയിൽസ് വഴി അയച്ചു കൊടുത്തിട്ട് അവർ വായിക്കുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ അതിനകത്തിൽ ഞാൻ ഇങ്ങനെ കേൾക്കാൻ ഇടയായതാണ്. അപ്പോൾ എന്താ, അവിടെ ഒരു മരണം നടന്നു. ഒരു തറവാടാണ്. പൊതുവെ ഈ മരണം നടക്കുമ്പോൾ വീട്ടുകാർ എല്ലാവരും ഒരുമിച്ച് കൂടുന്നതൊക്കെ സ്വാഭാവികമല്ലേ. അപ്പോൾ അവിടുത്തെ ഉപ്പുപ്പ മരിച്ചുപോയി. അപ്പോൾ ഒരു റൂമിൽ ഈ കുട്ടികളെല്ലാം കൂടെ കിടക്കുകയായിരുന്നു. ആ ദിവസം ഇവരുടെ ബാൽക്കണിയിലേക്ക് ഒരു കതകുണ്ട്. ആ കതക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉപ്പുപ്പ മാത്രമേ തുറന്ന്, അദ്ദേഹമാണ് സ്ഥിരം ആ വഴി ബാൽക്കണിയിലേക്ക് പോകുന്നത്. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഇതേപോലെ ഈ കതക് തുറന്ന്, അല്ലെങ്കിൽ ഉപ്പുപ്പാന്റെ പ്രസൻസ് എന്തോ അവർ അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സൗണ്ട് ഒരു കുട്ടിയെ കണ്ടാണ് കണ്ടത് ഇതേപോലെ. അപ്പോൾ അവിടെ നല്ല ബഹളമാവുന്നു, വീട്ടുകാരൊക്കെ വരുന്നു, കുട്ടികൾ മാത്രം കിടക്കുന്ന റൂമല്ലേ. അപ്പോൾ വന്ന് നോക്കുമ്പോഴാണ് ഈ കതക് ഓപ്പൺ ആയി കിടക്കുന്നത് കണ്ടത്. എന്നുവെച്ചാൽ ആ ഒരു ലെറ്ററിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവര് ക്ലിയർ ആയിട്ട് ആ ഒരു ഉപ്പുപ്പാന്റെ പ്രസൻസ് അനുഭവിച്ചു എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചതിന് ശേഷം അടുത്ത ദിവസം ഈ കർമ്മങ്ങളൊക്കെ നടക്കൂലേ, അപ്പൊ ആ ഒരു പീരീഡ് ഓഫ് ടൈമിലാണ് ഇവർ ഈ ഒരു എക്സ്പീരിയൻസ് പറയുന്നത്. അപ്പൊ ഇത്തരം എക്സ്പീരിയൻസുകൾ ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7 ദിവസത്തോളം ഈ ആത്മാവെന്ന് പറയുന്നത്, സോൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൂമിയിൽ നിലനിൽക്കുമെന്നാണ് പറയുന്നത്. പിന്നെ അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മശാന്തി കിട്ടാത്ത ആത്മാക്കൾ ഇതേപോലെ അത്തരം എനർജീസും ഇതേപോലെ ആ ഒരു രീതിയിൽ കാണപ്പെടുമെന്നാണ് പറയുന്നത്. ഈ നിയർ ബൈ ഡെത്ത് എക്സ്പീരിയൻസ്, അതിപ്പോൾ അതിലിപ്പോൾ കുറേ സ്റ്റഡിയൊക്കെ നടന്നിട്ടുണ്ട്. ആ സ്റ്റഡിയിൽ അവസാനം കണ്ടെത്താൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ പറഞ്ഞത് ഒരു ഹാലുസിനേഷൻ മൊമെൻ്റ് ആയിരിക്കാം, കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു സ്റ്റഡിയുടെ അവസാനം കണ്ടെത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഏകദേശം ഒരു വെളിച്ചം എല്ലാവരും കാണുന്നുണ്ട്. അത് പക്ഷേ ഒരു ഹാലുസിനേഷൻ മൊമെൻ്റ് അല്ല എന്നാണ് അവർ പറയുന്നത്. ഈ പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ എക്സ്പീരിയൻസുകളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം ഹാലൂസിനേഷൻസ് ആണ് എന്നുള്ളത്. പക്ഷെ പലതും ഹാലൂസിനേഷൻസ് ഒന്നും അല്ല എന്നുള്ളതാണ്. ഈ ഹാലൂസിനേഷൻസ് ആണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷെ എല്ലാം ഹാലൂസിനേഷൻസ് അല്ല എന്നുള്ളതാണ് സത്യം. ക്ലിയർ ആയിട്ട് എന്ന് വെച്ചാൽ വളരെയധികം ഈ നമ്മൾ പലർക്കും, ഇപ്പൊ എന്നെ സംബന്ധിച്ചൊക്കെ എനിക്ക് ഭയങ്കര തോതിൽ ഈ എനർജി പ്രസൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു എനർജി പ്രസൻസ് ഒട്ടും ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഈ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഒരു തീവ്രമായിട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഈ എനർജി പ്രസൻസിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ആൾക്കാർ. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിലോട്ട് തന്നെ പലരും വരുമ്പോൾ അവർ പറയും അവർക്കൊരു സോൾ പ്രസൻസ് അനുഭവിക്കപ്പെടുന്നുണ്ട് എന്ന്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് അത്രയും ഒരു ലെവലിലേക്കൊക്കെ എത്തണമെന്നുണ്ട് എങ്കിൽ അതിൻ്റെതായ ഈ മെഡിറ്റേഷൻസ് ആണെങ്കിലും ഈ ഒരു സ്പിരിച്വാലിറ്റീൻ്റെ ഒക്കെ ആ ഒരു പാത്തിൽ നല്ല രീതിയിൽ ഈ ഒരു ഒബ്സർവേഷൻ, കോൺസെൻട്രേഷൻ, നമ്മുടെ ഈ ഏകാഗ്രത എന്ന് പറയുന്ന ലെവലൊക്കെ കൂട്ടി
ആ ഒരു ടൈപ്പ് ഓഫ് അത്രയും ലെവലിലേക്ക് എത്തുമ്പോഴായിരിക്കും ആ ഒരു രീതിയിൽ എനർജി പ്രസൻസ് ഒക്കെ അനുഭവിക്കാൻ പറ്റുന്നത്. പിന്നെ അല്ലാണ്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം എക്സ്പീരിയൻസുകൾ ഇപ്പോൾ ആ ലെറ്ററിന് അതിൽ പറഞ്ഞ പോലെ അത്തരം എക്സ്പീരിയൻസസ് ഒക്കെ മിക്കവരുടെ ലൈഫിലുണ്ടാവും. പിന്നെ ചില ആൾക്കാരൊക്കെ ഈ പറയുന്ന പോലെ ഹാലൂസിനേഷൻ എന്ന രീതിയിൽ സ്വയം തള്ളിക്കളയും. അങ്ങനെയാണ് കൂടുതൽ. ഇപ്പോൾ രഞ്ജിത്തിന് പേഴ്സണലി ഉണ്ടായിട്ടുണ്ടെങ്കിലും ആദ്യം ചിന്തിക്കുന്നത് ഇത് വെറുതെ ആയിരിക്കും, എന്റെ തോന്നലാവാന്നൊരു ചിന്തിക്കില്ലേ നമ്മുടെ ലൈഫിലുണ്ടാവുന്ന സമയത്ത്. അപ്പൊ ഞാനാണെങ്കിലും ചിന്തിക്കും. ഇപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോ സ്റ്റുഡിയോസിലൊക്കെ ആണെങ്കിൽ അവിടെ ഈ വായു പ്രത്യേകിച്ച് വലിയ കാറ്റടിക്കണമെന്നൊന്നും ഇല്ല. പെട്ടെന്നൊരു ലൈറ്റ് വീഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഫസ്റ്റ് എന്തോ ഒരു അബ്നോർമൽ ആയിട്ട് നമുക്ക് തോന്നും. പിന്നെ തന്നെ നമ്മൾ രണ്ടാമത് ഓക്കെ ഇത് നമ്മുടെ തോന്നലാണ്, അങ്ങനെയൊന്നും ഇല്ല, വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം വീഴുന്നത്, അങ്ങനെ നമ്മൾ ചിന്തിച്ചു വിടുകയാണ് ചെയ്യുന്നത്. പക്ഷെ പലതും ഈ ഒരു എനർജീസ് എന്ന് പറയുന്നത് നമ്മളോടൊപ്പം എന്തോ ഉണ്ട്, അല്ലെങ്കിൽ അവർക്കൊക്കെ എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്, അവർക്ക് എന്തൊക്കെയോ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ശരിക്കും ആത്മാവ്, ഞാൻ ആത്മാവെന്ന് പറയുന്നു, അതിൽ അത് എനർജി എന്ന് പറയുന്നു. അപ്പൊ ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതെ, ആത്മാക്കളുണ്ട്. പക്ഷെ അത് നമുക്ക് നമ്മളിൽ നിന്ന് പ്രത്യേകിച്ച് അവരൊന്നും ആത്മാവ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന പൂജയും കാര്യങ്ങളും ഒക്കെ അതിൽ വർക്ക് ആവുന്നുണ്ടോ? അത് വിശ്വസിക്കുന്നുണ്ട്. ആത്മാവ് ഉണ്ടെങ്കിൽ ഈ ആത്മാവ് ബാധ ഒഴിപ്പിക്കല് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ബാധ ഒഴിപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലതും, ചിലതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സൈക്യാട്രിയുടെ ഒക്കെ ഭാഗമായിട്ട് ഈ നമുക്ക് പേഴ്സണൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാവുന്നത് തന്നെയാണ്. അതിന് കൃത്യമായിട്ടുള്ള മെഡിക്കൽ സയൻസ് വഴി പോയി ചികിത്സകളാണ് വേണ്ടത്. പലപ്പോഴും ഈ നേരത്തെ പറഞ്ഞില്ലേ എനർജി പ്രസൻസിനെ ഹാലൂസിനേഷൻ ആയിട്ട് തെറ്റിദ്ധരിക്കുന്ന പോലെ തന്നെ ചെയ്യുന്നൊരു കാര്യമാണ് ഇത്തരത്തിലുള്ള പേഴ്സണൽ അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡേഴ്സിനെ ഈ ഒരു രീതിയിലേക്ക് ബാധയാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതി. അപ്പൊ അത്തരത്തിൽ പൂജ ചെയ്തതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല. കാരണം ആ രീതിയിൽ പൂജയല്ല അവിടെ വേണ്ടത്. ആ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേജ് വെച്ച് ഏതെങ്കിലും ഒരു ട്രോമാസ് ഇല്ലേ, ആ ട്രോമയൊക്കെ ലൈഫിൽ ഏതെങ്കിലും പീരീഡ് ഹിറ്റ് ചെയ്തിട്ടായിരിക്കാം ഈ ഒരു രീതിയിലുള്ള പേഴ്സണൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാകുന്നത്. ഈ മെന്റൽ ഡിസോർഡേഴ്സ്, ഈ മാനസിക നില ഒന്ന് അങ്ങോട്ട് പോയി അങ്ങനെ ചേഞ്ച് ആവുന്നതായിരിക്കും. അതൊക്കെ അത് നമ്മൾ തന്നെ ഈ മെഡിക്കൽ രീതിയിലേക്ക് പോകുന്നതാണ് നല്ലത്. അതിനൊക്കെ ഈ പൂജ സക്സസ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സക്സസ് ആവുന്ന രീതിയുണ്ട്. ഈ വീടുകളിലൊക്കെ ചില വീടുകളൊക്കെ വെക്കുമ്പോൾ വാസ്തു എന്നൊക്കെ പറയുന്നത്, ഈ വാസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ? വാസ്തുവിൽ വിശ്വാസമുണ്ട്. അപ്പൊ ഈ വാസ്തുപരമായിട്ട് വെച്ചാൽ ചില വീടുകളൊക്കെ വെക്കുന്ന സമയത്ത് വാസ്തു നോക്കിയിട്ടാണ് പലരും വീട് വെക്കുന്നത്. ഇനി അങ്ങനെ നോക്കാതെ വെക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നീടാണ് നമ്മളവിടെ താമസിക്കുമ്പോൾ പല രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾ എന്ന് വെച്ചാൽ റെപ്പറ്റീഷനായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മൾ ഈ വാസ്തു നോക്കും. ഇതേപോലെ ഒരു അസ്ട്രോളജറായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ജ്യോതിഷനായിട്ട് ബന്ധപ്പെടും. ആ ഒരു സമയത്തായിരിക്കാം നമ്മൾ ആ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ കന്നിമൂലയാണെങ്കിലും ഇങ്ങനെ കുറെ മൂലസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ എന്തോ ഒരു മിസ്റ്റേക്കബിൾ ആയിട്ട് അതിന്റെ സ്ഥാനത്തിന്റെ പ്രശ്നം കൊണ്ടാണ് എന്ന് തിരിച്ചറിയുകയും അപ്പോൾ ഈ പൂജകളൊക്കെ ചെയ്യുകയും. കാരണം പല സ്ഥലങ്ങളിൽ ഈ വരുത്തുപോക്കൊക്കെ ഇല്ലേ, അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു രീതിയിലുള്ള എന്നുവെച്ചാൽ വരുത്തുപോക്ക് എന്ന് പറയുന്നത് ദേവിയുടെ മാത്രമല്ല, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നെഗറ്റീവ് എനർജീസ്. കാരണം പോസിറ്റീവ് എനർജി ഉള്ളതുപോലെ നെഗറ്റീവ് എനർജി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതില് ഈ എല്ലാം അങ്ങ് പ്രേതം, നമ്മുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുതിലേ തൊട്ട് കണ്ടുവരുന്നത് സാധനമുണ്ട്, ഒരു കാര്യമുണ്ട്. പ്രേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ള വസ്ത്രം ധരിച്ച് ഇങ്ങനെ നമ്മളെ ചോര കുടിക്കുന്ന ഇങ്ങനെ വലിയ പല്ലുകളുള്ള കണ്ണ് മറ്റേ ലെൻസൊക്കെ വെച്ച രീതിയിലുള്ള, അപ്പൊ ഈ ഒരു രീതിയിലേക്ക് ചിന്തിച്ചു പോകുന്നതാണ് പ്രശ്നം. എനർജീസ് എന്ന് പറയുന്നത് നെഗറ്റീവും പോസിറ്റീവ് എനർജിയും ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ വീട് വെക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസിന്റെ അങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് പൂജകളൊക്കെ നടത്താറുണ്ട്. അപ്പൊ അതുകൂട്ട് ആ ഒരു പൂജകളിലൂടെ മാറ്റം സംഭവിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്.